ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പച്ച വ്യഭിചാരം നടത്തിയിട്ടില്ലേ നൗഷാദിന്റെ ഇന്നത്തെ ഒരു വെല്ലുവിളി? ഞാൻ ഇപ്പൊ ഇങ്ങനെ വെറുതെ ഒന്ന് കേട്ട് നോക്കിയപ്പോഴേ ഓന്റെ ഒരു വെല്ലുവിളി ഉണ്ട്. ആ കേക്കിങ്ങള് എന്നിട്ട് ആ പൂതി ഞാൻ കെടുത്തി തരാം. എന്റെ വെല്ലുവിളിയൊക്കെ എത്താൻ കഴിയേ? പഴയ ചാക്കും കീറച്ചാക്കും എന്റെ വാക്കും ഒരു നിലയും വിലയില്ല എന്നുള്ളേ. അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്ലിപ്പ്, ഞാൻ ഈ കാണിക്കുന്ന ക്ലിപ്പിന്റെ അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് അജി തെളിയിക്കണം. ആണാണെങ്കിൽ അന്തസ്സും അഭിമാനവും തറവാടിത്തുള്ളവനാണെങ്കിൽ അപ്പുറമാണ് കേൾപ്പിക്ക്. ആർക്ക് വിട്ടെടുത്താലും മതി. എന്റെ വോയിസ് ഓനക്ക് അയച്ചു കൊടുത്തോളി. എന്നിട്ട് ഓന്റെ ക്ലിപ്പ് ഓനക്ക് വിട്ടെടുക്കി, ഞാൻ വിടുന്ന ക്ലിപ്പും വിട്ടെടുക്കി. എന്നിട്ട് ആ ക്ലിപ്പിന്റെ അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് ഓല് എങ്ങനെയാണ് അത് അവതരിപ്പിച്ചത്, ആ അവതരിപ്പിച്ച രൂപത്തിൽ ആണ് കാണിച്ചു തരണം. മോനെ കുറച്ച് പണി ഉണ്ടാവും. ആ വെല്ലുവിളി ഒന്ന് കേൾക്കുന്നത് ഒരൊറ്റ ക്ലിപ്പ് അപ്പൊ കാണിച്ചു തരാം, ബാക്കി നമുക്ക് പിന്നെ കാണാം. സമസ്തയുടെ ലീഡേഴ്സിനെയും പേരോടിന്റെ ശിഷ്യന്മാരെയും ഞങ്ങൾ ഇബ്നു തൈമിയ എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ആദർശ പോരാട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരാശയം എവിടെയെങ്കിലും മുറിച്ച് ആ ആശയത്തിന് വിരുദ്ധമായി ഞങ്ങൾ കാണിച്ചൊരൊറ്റ ക്ലിപ്പ് കാണിക്കാൻ പേരോടിനെയും അയാളുടെ അനുയായികളെയും ഞങ്ങൾ വിളിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ കാണിക്കേ. നിങ്ങൾ അത് കാണിക്കാനേ വേറൊരു സ്ഥലം വേണ്ട, വേറൊരു ശിഷ്യന്മാരൊന്നും വേണ്ട, സാധാരണക്കാരായ ഞങ്ങൾ മാത്രം മതി. നിങ്ങൾ കട്ടുമുറിച്ചത് കേൾപ്പിക്കാൻ, പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് എത്ര മണക്ക് ഒന്ന് ഞാൻ ഇപ്പൊ കാണിച്ചുതരാ. ഞാൻ ഈ കാണിക്കുന്ന ക്ലിപ്പിന്റെ അപ്പുറപ്പുറം ഇട്ടിട്ട് നിങ്ങൾ പറഞ്ഞ മാതിരിയാണോ വ്യവസ്ഥത പറഞ്ഞതെന്ന് വെച്ച് തെളിയിച്ചാൽ മതി. ആ പ്രസംഗം കൊണ്ട് തെളിയിക്കണം. എനിക്ക് ധൈര്യം ഉണ്ടോ? അപ്പോഴാണ് ആണാകല്, തറവാടിത്തുള്ളവനാകല്. കുഞ്ഞേമ് വലുതും ചോദിക്കല്ലോ, അതൊക്കെ വെച്ചോ. ആണായി പറഞ്ഞവനാണെങ്കിൽ, നിങ്ങളാ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം. ജനനത്തിൽ തകരാറില്ലെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അത് പറയുമ്പോ കുറച്ചൊക്കെ തെളിവുണ്ട് കൊണ്ടുവരൂലേ? അതിനെന്നെ നമ്മൾ അങ്ങനെ ചോദിച്ചത്. ആ ക്ലിപ്പ് ഒന്ന് കണ്ടോടി. നിങ്ങൾ പരപ്പനങ്ങാടി വെച്ച് കേൾപ്പിച്ച ആ ക്ലിപ്പ് പല സ്ഥലത്തും കേൾപ്പിക്കലുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? ആ പറഞ്ഞ മാതിരി ആണോ അതിലുള്ളത്? ആ ക്ലിപ്പ് വരട്ടെ. കട്ടുമുറിക്കലില്ലേ? പൊന്മസാന്റെ ക്ലിപ്പ് കട്ടുമുറിച്ചതല്ലേ ചെമ്മാടത്തെ ആ ക്ലിപ്പ്? സി എം വലുതാണ് സാക്ഷിക്ക് പറ്റൂല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാണ്ട് അത് കക്കാടിന്റെ ഷെയ്ഖിനെ പറ്റി പറഞ്ഞതല്ലേ? കക്കാടിന്റെ ഷെയ്ഖിനെ എതിർക്കുന്ന സമയത്തല്ലേ പൊന്മസാദ പറഞ്ഞിട്ടുള്ളത്? ആ ഇജി പ്ലേ ചെയ്യിപ്പിക്കുന്ന ക്ലിപ്പിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ്, അല്ലെങ്കിൽ പോണ്ട ഒരു 3 മിനിറ്റ് മുമ്പ് എനിക്കൊരു വിട്ടുതരാൻ ധൈര്യം ഉണ്ടോ? പുറത്തുവിടാൻ ധൈര്യം ഉണ്ടോ? കട്ടുമുറിച്ചിട്ടില്ലേ? ഒക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. ഇപ്പൊ ഒന്ന് പിടിച്ചോ. എന്റെ വെല്ലുവിളി ഒന്നാപ്പറ്റി ചോദിച്ചേ. ഈ ഒറ്റ മതി. ഖിയാമത്ത് നാൾ വരെ എനിക്ക് കഴിയില്ല. ആ ക്ലിപ്പറ്റേ ഞാൻ പറയണ ബാക്കി. മടവൂർ ശൈഖുനാനെ പറ്റി ഇയാൾ പറയണത് കേട്ടു നോക്കുങ്ങൾ. ഇയാൾക്ക് ആരെ പറ്റിയും പറയാനും റസൂലുള്ളാഹിനെ പറ്റി പറയാൻ പാടില്ലേ? പിന്നെപ്പോ അയിനൂറായ മുത്തു റസൂലിൽ നിന്ന് പ്രസരണം ചെയ്യപ്പെട്ട അൻവാറുകളിൽ പ്രധാനിയായ മടവൂർ ശൈഖുനാനെ പറ്റി പറയാൻ വല്ല പേടിയുണ്ടാവോ? വെച്ചോടുക്ക്. വേറൊരു കൂട്ടരുണ്ട്, അതൊക്കെ ഞാൻ പലപ്പോഴും വിശദീകരിച്ചതാ. ശൈഖാകാൻ പറ്റില്ല, അവരെ നിർദ്ദേശം സ്വീകരിക്കാൻ പറ്റില്ല, അവരെ പിന്തുടരാൻ പറ്റില്ല, അവരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് താനും. അതെങ്ങനെ പറയാം? അള്ളാഹുവിനെ സ്നേഹിച്ചു. അവർ സ്നേഹം കൂടുതലായപ്പോ അവരെ മനസ്സ് തെറ്റിപ്പോയി. മനസ്സ് തെറ്റിയതിന്റെ കാരണം എന്താ? അള്ളാഹിനെ സ്നേഹിച്ചിട്ട് തെറ്റിയതാ. അതുകൊണ്ട് അള്ളാഹിന്റെ അടുക്കൽ അവർക്ക് ബഹുമാനം, പക്ഷെ അവരെ മനസ്സ് റെഡിയില്ല. മനസ്സ് റെഡിയില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വാക്കുകളും പ്രവൃത്തികളൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അവരെ ശൈഖാണ് എന്ന നിലക്ക് അവരുടെ നിർദ്ദേശം സ്വീകരിച്ച് ജീവിക്കാനും പാടില്ല. ഇവർക്ക് മജ്ദൂബുകൾ എന്ന് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനസ്സ് തെറ്റിപ്പോയവരാണ്. മടവൂർ ശൈഖുനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എല്ലാ കുരുവട്ടൂരും കണ്ടോളി. നൗഷാദിനെ ആരെങ്കിലും ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ഓലും കണ്ടോളി. ഈ കുഞ്ഞാമ്മയെ കളിപ്പിച്ച ക്ലിപ്പുണ്ടല്ലോ, സി എം വലുദാനെ കുറിച്ചാണ് പേരോട് ഉസ്താദ പറഞ്ഞത് എന്ന് പറഞ്ഞ് കളിപ്പിക്കണേ. അത് സി എം വലുദാനെ കുറിച്ചാണെന്നുള്ള ഒരു ഹർഫ് കാണിച്ചു തന്നാൽ മതി. ആ പ്രസംഗത്തിൽ നിന്ന് തെളിയിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? നിങ്ങളാ പറഞ്ഞത് ഞങ്ങൾ ആദർശ പോരാട്ടത്തിൽ ഞങ്ങൾ കട്ടുമുറിച്ചിട്ടില്ല, തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഈ ക്ലിപ്പ് ഇട്ടത് ആരെ പറ്റിയാ? പേരോട് ഉസ്താദ് പറഞ്ഞത് ആരെ പറ്റിയാ? സി എം വലുദാനെ പറ്റിയാണോ? ആണെന്ന് ആണാണെങ്കിൽ നൗഷാദെ തെളിയിക്കടാ.
വേറൊരു ഉസ്താദ് അത് CM വലിയെ കുറിച്ച് പറഞ്ഞതാണെന്ന് തെളിയിക്കാൻ ഉമ്മ പെറ്റോലുകളെ കൊടുത്തിട്ടുണ്ടോ? കാണട്ടടാ. ഈ പൊന്മുളസ്ഥാന ക്ലിപ്പ് ചെമ്മാട്ടിന്ന് കളിപ്പിച്ചത്, ആ ക്ലിപ്പിന്റെ ഒരു 3 മിനിറ്റ് മുമ്പ് പുറത്തു വിടാൻ ധൈര്യം ഉണ്ടോ? കളിപ്പിക്കുന്ന ക്ലിപ്പിന്റെ 3 മിനിറ്റ് മുമ്പ് ജാണാനെ വിട്ടെടുക്ക്. എന്റെ വിചാരം ഇജ്ജ് മാത്രമല്ല സുജായി, അനക്കിങ്ങനെ സ്റ്റേജിൽ കയറി വെല്ലുവിളിക്ക. എന്റെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഈ ഞങ്ങൾ പറഞ്ഞ 2 ക്ലിപ്പ് പൊന്മുളസ്ഥാന ക്ലിപ്പുമാണ് ഞാൻ ഇവിടുന്ന് ഞാൻ വിട്ടുതരാ. അതിനപ്പുറം കേൾപ്പിക്കേ. അത് കട്ടതാണ്, തെറ്റിദ്ധരിപ്പിച്ചതാണ്. CM വലിയെ കുറിച്ച് പറഞ്ഞതല്ല, അത് കക്കാടിന്റെ ശൈഖിനെ കുറിച്ച് പറഞ്ഞതാണ്. അല്ലാന്ന് പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടോ? ചർച്ചക്കുണ്ടെങ്കിൽ വാടാ, നമ്മളാ ക്ലിപ്പ് വെച്ച് ചർച്ചയ്ക്ക് ഇരിക്കുക. എനിക്ക് ധൈര്യം ഉണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ? പൊന്മുളസ്ഥാന്റെ പ്രസംഗം, പേരുസ്ഥാന്റെ ഈ പ്രസംഗം, ഈ 2 പ്രസംഗം വെച്ചിട്ട് ഞങ്ങൾ ഉസ്താദ്മാര് പറയാത്തത് ഞങ്ങൾ ഉസ്താദ്മാരെ പേര് പറഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ പറയുന്നു. ഞാൻ അത് പേരുസ്താദ് പറഞ്ഞത് CM വലിയെ കുറിച്ചാണെന്നും പൊന്മുളസ്ഥാദ് പറഞ്ഞത് CM വലിയെ കുറിച്ചാണെന്നും ആ പ്രസംഗം കൊണ്ട് തെളിയിക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ഉമ്മ വെച്ചവരുണ്ടോ? ഓൻ അങ്ങനത്തെ ആണായിട്ടില്ല. ഞാൻ പറയുന്നത് അങ്ങനെ ആണായിട്ട് നൗഷാദ് ഈ ദുനിയാവിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ തെളിയിക്കട്ടെ. ഈ 100 ജന്മം ജനിച്ചാൽ നമുക്ക് കഴിയില്ല. അത്ര ഗ്യാരണ്ടിയിലാണ് 2 പ്രസംഗം കൈക്കാൻ പിടിച്ച് കണ്ടായി പറയണ്ടേ. പച്ച വ്യഭിചാരം നടത്തിയിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ ക്ലിപ്പ് കട്ടുമുറിക്കൂല, ഞങ്ങൾ ചെയ്യൂല, ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരുന്നില്ലേ? ഞാൻ അതുകൂടി കാണിച്ചു തരാം. 2 ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഒന്നാ ചോദിച്ചേ, 2 ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടി ഉണ്ടെങ്കിൽ അറിയിക്കടാ. ഈ വിട്ടെന്റെ ശരിമക്കേരി പറയും വേണ്ട. ആ ക്ലിപ്പ് വാട്സപ്പിൽ അങ്കാറാണെന്ന് വിട്ടിട്ട് ഉൾക്കിട്ടെടുക്ക്. ഇജിന്നല്ല, എന്റെ കൂട്ടത്തിൽ ആളായാലും മതി. ആണായി പറഞ്ഞ ഒരുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം. എന്താ പറഞ്ഞു അറിയോ CM വലിയെ കുറിച്ച്? അവരെ നിക്കാഹിന് സാക്ഷി നിർത്താൻ പോലും പറ്റാത്ത ആളാണ് CM വലിയ. സുബ്ഹാന ജല്ല ജലാലുഹു. ഇതാ ഞാൻ പറഞ്ഞത്, ഈ CM മർക്കസ് അല്ലെങ്കിൽ CM അത് പൈസ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. CM വലിയോട് അല്പം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇയാളെ പിടിച്ച് പഠിക്ക് പുറത്തു നിർത്തിയിട്ടല്ലാതെ അവരെ മതി പറയാൻ എന്ത് അവകാശമുണ്ട്? CM വലിയ ഇത്ര മോശമായി ഇവിടെ വേറെ പറഞ്ഞിട്ടുണ്ടോ? ഇനി കേട്ടു നോക്കൂ, നിങ്ങളാണ് പറയുന്നത്. മാത്രമല്ല, ഇതിനകത്ത് റാമോദ പറഞ്ഞത് ഷഹാദത്തിന് പറ്റണമെങ്കിൽ അയാള് കെതിയുറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാവരുത്, അതേപോലെ തന്നെ ചെറുദേശത്തിന്റെ മേലിൽ നിലവൃത്തിയാകുന്ന ആളാവരുത്, അതിനെ പുറത്ത് പറഞ്ഞു അയാൾ മുറിവത്തുള്ള ആളാവണം. മുറിവത്ത് പോക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. മുറിവത്ത് നോക്കുന്ന ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് താജുകൾക്ക്. ഹറാമകളെ തെറ്റിന്റെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ഹറാമല്ല, ഒരു കറാത്തേ ഉള്ളൂ എന്ന് അനുസരിച്ചും ഒരു ശേഖരിക്കാൻ പറ്റുള്ള. കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ നിക്കായുടെ സാക്ഷിക്ക് ഒരാളെ പറ്റൂലാണ്. പിന്നെ അവനെ ഒരു മുറബിയാക്കലും അല്ലെങ്കിൽ തബർജത്തിന് ശേഷാക്കലും അതിന് പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമായി നോക്കാറുള്ളത് മടവൂർ കാല് വെച്ചിട്ടുണ്ടെന്നാണ്. മടവൂർ മുറബിയാ ശേഷം ആരോ പറഞ്ഞു? മടവൂർ തന്നെ ഞാൻ ശേഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? മടവൂർ വരെ ആളുകൾ കൂടെ ചെറുക്കിയത്ത് കൊടുക്കാനോ പറഞ്ഞാൽ തെരീക്കത്ത് കൊടുക്കാനോ കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്തുകളുണ്ടോ? അതൊന്നുമില്ല. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ കാടുവരിക്കുന്നത് മടവൂർ മാത്രമല്ല, പറഞ്ഞ ലോകത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം മുറബിയായി ചെയ്താണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുറബിയായി ചെയ്താണെന്ന് പറയുന്നുമില്ല. ഞങ്ങളെ നിങ്ങൾ പറഞ്ഞിട്ടില്ല. നല്ല കുരുവട്ടൂരുകളുണ്ടെങ്കിൽ ആലോചിച്ചോളി. നൗഷാദും സമദും കുഞ്ഞായമ്പതും ഓന്റെ ഷെയ്ഖും ആ ഷെയ്ഖിന്റെ ഷെയ്ഖും സർവ്വ ആളുകളെയും വിളിക്കുകയാണ്. ഇതിൽ കളിപ്പിക്കുന്ന ഈ പൊന്മുളസ്ഥാന്റെ ക്ലിപ്പ് ഉണ്ടല്ലോ, ഇതിന്റെ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് മുമ്പ് ഒന്ന് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ? CM വലിയെ പറ്റിയാണ് പൊന്മുളസ്ഥാദ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കട്ടുമുറിച്ചിട്ടാണ് കേൾപ്പിക്കണ്ടേ. അല്ലാന്ന് തെളിയിക്കടാ നൗഷാദെ. ആണാണെങ്കിൽ ഇജ്ജ് പുറത്തു വിടടാ. ഞാനും വിടാ. ഇജ്ജും വിട്. ധൈര്യം ഉണ്ടോ? വെല്ലുവിളിച്ചാ പോരടോ. ഞങ്ങൾ കട്ടുമുറിക്കലില്ലാന്നില്ലേ? നിങ്ങൾ കട്ടുമുറിച്ച പണ്ഡിതന്മാരുടെ പ്രസംഗം സന്ദർഭത്തിൽ നടത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന 2 ക്ലിപ്പാപ്പ ഞാൻ വിട്ടേ. പേരുസ്താദ് CM വലിയെ കുറിച്ച് പറഞ്ഞ് കേട്ടോളി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാമ്മ കേൾപ്പിച്ച ക്ലിപ്പ് ഇജും കേൾപ്പിക്കലുണ്ടേ. അതുപോലെ പൊന്മുളസ്ഥാദ് CM വലിയെ കുറിച്ച് പറഞ്ഞ് കേട്ടോളി എന്ന് പറഞ്ഞിട്ട് ജി കേൾപ്പിക്കണ ക്ലിപ്പ്, ഈ 2 ക്ലിപ്പ് കൊണ്ട് തെളിയിക്കാൻ കഴിയോ? ഇത് ആൺകുട്ടിയാണ് വിടാ പുറത്ത്. ഈ എനിക്ക് വിട്ടുന്നവർക്ക് വാട്സപ്പിൽ വിട്ടെടുത്താൽ മതി. ഇജി സ്റ്റേജിൽ കയറിയൊന്നും പറയണ്ട. ഇപ്പൊ വിട്ടെടുക്കുക. എപ്പോഴാണ് അതിന്റെ വോയിസ് കേൾക്കണത് ഞാൻ കാത്തിരിക്കും. എന്നിട്ട് ഞാൻ അതിന്റെ അപ്പുറം ഞാനും പുറത്തു വിടും. മനസ്സിലായോ? അപ്പൊ കാണാം.
ഇജ് പുറത്തു വിട്. ഈ 2 ക്ലിപ്പ് ഞാൻ ഇപ്പം വിട്ട 2 ക്ലിപ്പ് ഉണ്ടല്ലോ, 2 ക്ലിപ്പ് പെർമോസാന്റെ ഒരു ക്ലിപ്പും പേരഡുസ്ഥാന്റെ ഒരു ക്ലിപ്പും നിങ്ങൾ കേൾപ്പിക്കണ അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് ഒരു പറഞ്ഞത് അതന്നെയാണെന്നുള്ളത് ഇജ് തെളിയിക്കുക. അല്ല എന്നുള്ളത് ഓലെ അപ്പുറം ഇപ്പുറം വിട്ടിട്ട് ഞാൻ തെളിയിക്കും. ധൈര്യമുണ്ടോ വെല്ലുവിളി ഏറ്റെടുക്കാൻ? അതാണ് ആൺകുട്ടികളാണെങ്കിൽ ചെയ്യേണ്ടത്. നൗഷാദ് പോട്ടെ, കുരുവട്ടൂരികൾ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ, ഉമ്മ പെറ്റലുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കി. ഈ എപ്പോഴാണ് നിങ്ങൾക്ക് വോയിസ് എത്തുന്നത് അപ്പൊ തെളിയിച്ചാൽ മതി. കഴിയില്ല മക്കളെ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് കഴിയില്ല. 2 പ്രസംഗം കൈക്ക പിടിച്ചിട്ടല്ലേ നമ്മൾ പറയണ്ടേ ഇത് നിങ്ങൾ കട്ടതാണ് മുറിച്ചതാണ്. എന്നിട്ട് ഞങ്ങളെവിടെ കട്ടത്? ഞങ്ങൾ ആദർശ രംഗത്ത് 2013 തൊട്ട് ഞങ്ങളുണ്ട്. ഞങ്ങളെവിടെയും കട്ടിടണോ? ഇവന് തേമിയന്റെ ഒന്നും മാത്രമല്ല, ഒരു ക്ലിപ്പും ഞങ്ങൾ കട്ടിട്ടില്ല. ഒന്ന് തെളിയിച്ചാൽ മതി. 2 ആകുമ്പോൾ തെളിയിച്ചു. ഇത് 2ഉം കട്ടുമുറിച്ചതാണ്, ഒരു സംശയമില്ല. ഇജ് എങ്ങോട്ടും വിളിച്ചോ, ഈ പ്രസംഗം വെച്ച് നമ്മൾ ഇരിക്കുക. നിങ്ങൾ എങ്ങോട്ടും വിളിച്ചോളി, എങ്ങോട്ടും വിളിച്ചോളി. ഈ 2 പ്രസംഗം ഹാജരാക്കിയ പ്ലേ ചെയ്യിപ്പിക്കുക മധ്യസ്ഥന്മാരെ മുമ്പിൽ വെച്ചിട്ട്. നിങ്ങളും ഞങ്ങളും അല്ലാത്ത 3ാമതൊരു കക്ഷിനെ ഇരുത്തിയിട്ട് ഈ 2 പ്രസംഗം 2ഉം കിട്ടും. 2 പ്രസംഗം ഇന്നും കിട്ടും, യൂട്യൂബിലുണ്ട്. ഈ 2 പ്രസംഗം പ്ലേ ചെയ്യിപ്പിക്കുക, നിങ്ങൾ പറഞ്ഞു പ്ലേ ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? അറിയിച്ചോളി, എങ്ങോട്ടും വിളിച്ചോളി, തരാൻ തയ്യാറാണ്. നിങ്ങൾ പറഞ്ഞ മാതിരി കാണിച്ചു തരണം. ഞങ്ങൾ പറഞ്ഞ മാതിരി ഞങ്ങൾ കാണിച്ചു തരും. ഞാൻ പറയുന്നത് പേരഡുസ്താദ് പറഞ്ഞത് സീമലദാനെ കുറിച്ചല്ല, പരമോസ്താദ് പറഞ്ഞു സീമലദാനെ കുറിച്ചല്ല. ആ അപ്പുറപ്പുറത്ത് ഞങ്ങൾ തെളിയിക്കും. ആണെന്ന് ആ പ്രസംഗം കൊണ്ട് നിങ്ങൾ തെളിയിക്കുവോ? ആണാണെങ്കിൽ പറയടാ, ധൈര്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ ആർക്കും ഏറ്റെടുക്കാം. വെല്ലുവിളി ആർക്കും ഏറ്റെടുക്കാം. എന്റെ നമ്പർ എന്നാ ഞാൻ പറയണ്ടേ. എന്റെ നമ്പർ ആരടുത്തല്ലാത്ത? സർവാഗത്തില്ലേ, നൗഷാദിന്റെ അടുത്തില്ലേ, കുഞ്ഞാമിന്റെ അടുത്തില്ലേ, സമതിന്റെ അടുത്തില്ലേ? എല്ലായിടത്തും എന്റെ നമ്പർ ഉണ്ട്. പബ്ലിക്കിലല്ലേ പറയണ്ടേ. ഇനി മോട്ടെ നൗഷാദിന് ഇനി അങ്ങനൊക്കെ പ്രയാസമാണെങ്കിൽ സമതി ഗ്രൂപ്പിലുണ്ട്, കുഞ്ഞാമതി ഗ്രൂപ്പിലുണ്ട്. ഓലെടുത്ത് കൊടുത്തേച്ച് ഓല ഇത് കിട്ടുള്ളൂ. ഈ ഗ്രൂപ്പ് ഇടാൻ പറഞ്ഞാൽ മതി. ഇതിന്റെ അപ്പുറപ്പുറം ഈ 2 ക്ലിപ്പിന്റെ അപ്പുറപ്പുറം നൗഷാദെ സമതിലെടുത്ത് കൊടുത്തോ, സമതി ഗ്രൂപ്പിലുണ്ടല്ലോ, ഓനതിക്ക് പോസ്റ്റ് ചെയ്യാൻ മതി. ഒന്നും ഉണ്ടണ്ട, ഒന്നും പറയും വേണ്ട. കുഞ്ഞാമതി ഇതിക്ക് വിട്ടെന്നാ മതി. നിങ്ങൾ ഒത്തും ഉണ്ടണ്ട. അവിടെ അപ്പുറപ്പുറം ഇട്ടിട്ട് ഇതാ എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാ ഉണ്ടോ? എന്നിട്ട് വെല്ലുവിളിക്ക് അതൊക്കെ എൻ്റെ കുഞ്ഞാടുകളെ മുമ്പിൽ അടക്കും. ഇത്രത്തോളം പറഞ്ഞു, ഒന്നും പറയണ്ട. ഇതിന്റെ അപ്പുറപ്പുറം സമതിന്റെ അടുത്തോ കുഞ്ഞാമിന്റെ അടുത്തോ കൊടുത്തിട്ട് ഓലെ കൊണ്ട് ഈ ഗ്രൂപ്പ് ഇടിച്ചാൽ മതി. അതിന് പണിയില്ലല്ലോ. എത്ര എളുപ്പാ? കഴിയൂല. അപ്പോഴാന്റെ വെല്ലുവിളിയൊക്കെ വെല്ലുവിളിയാവുള്ളൂ. ഇത് ബുദ്ധിയുള്ളവർക്കറിയാം, ബുദ്ധിയുള്ളവർ കേൾക്കുന്നുണ്ട്. കാട്ടുമുറിച്ചതാണിത്. ഞാൻ പലവട്ടം ഈ ഗ്രൂപ്പിൽ ഇട്ടതാ ബ്രഹ്മസ്ഥാന്റെ ക്ലിപ്പ്. മനസ്സിലായോ? എത്ര വട്ടം ഇട്ടിട്ട് കുഞ്ഞമ്മക്ക് എത്ര വട്ടം കണ്ട? മോനക്ക് ഒത്തുമുണ്ടല്ലോ, ഒന്ന് കൊടുത്തേക്ക് ഇടാലോ. അപ്രതാ ഇപ്രതാ. പെർമസ്ഥാവ് പറഞ്ഞത് സീമലിദാനെ കുറിച്ച് തന്നെയാണ്. പേരുസ്താവ് പറഞ്ഞത് സീമലിദാനെ കുറിച്ച് തന്നെയാണ്. തെളിയിക്കടാ. ഞങ്ങളെ പണ്ഡിതന്മാരെ പറയാത്ത ഞങ്ങളെ പണ്ഡിതന്മാരെ പേരിൽ നിങ്ങൾ പറയില്ലാമോ? എത്ര ഉണ്ട്? ഒന്നിപ്പോ ചോദിച്ചേ, 2 തന്നു. ഇതിന് മറുപടി തരി, അപ്പൊ അടുത്ത് തരൂ. ആണായി പിറന്നവരുണ്ടോ? ഇനി ഒന്നും കൂടി കേട്ടോ. പേരോട് ബുഹാരിൽ വെച്ച് നടത്തിയ ആ അഭിമുഖം അത് നിങ്ങൾ കട്ട തന്നെയാണ്. അതിന്റെ അപ്പുറവും ഇപ്പുറവും ആ ഒരു ആശയം പറഞ്ഞ് പൂർത്തിയാക്കാൻ എന്താണ് പറഞ്ഞെന്നുള്ളത് വ്യക്തമാകുന്ന വരെ ആ ക്ലിപ്പ് കേൾപ്പിക്കണം. മനസ്സിലായോ? അത് 1 മിനിറ്റിലാണ്, 1 മിനിറ്റ് കേൾപ്പിക്കണം. ആശയം പൂർത്തിയാകാതെ അതിന് സന്ദർഭത്തിൽ നടുവെന്നും മാത്രം അടർത്തിയെടുത്തിട്ട് നിങ്ങൾ കട്ടതാടോ. അതിന് ശേഷമുണ്ട്, അതിന്റെ ഇപ്പുറമുണ്ട്, തുടക്കമുണ്ട്, അവസാനമുണ്ട്. എന്താണ് പറയണേ? ആ ചോദ്യം വരെ കട്ടിട്ടാ ഈ ക്ലിപ്പ് ഇട്ടിട്ടില്ലേ. അതുകൊണ്ടാ ക്ലിപ്പ് കട്ട് എന്ന് പറഞ്ഞേ. കട്ട തന്നെയാണ്. സ്റ്റേജ് മേടി അലറിയിട്ടൊന്നും കാര്യമില്ല. ഇബിന് തീമയെ വെളുപ്പിക്കാൻ കൊടുന്നു എന്ന് പറഞ്ഞു കണ്ടല്ലോ ക്ലിപ്പിട്ടേ. അതിൽ ഇബിന് തീമയെ സ്വീകരിക്കാൻ പാടില്ല എന്ന് എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇജ് ക്ലിപ്പ് ഇട്ട തന്നെ ഇങ്ങനെ അട്ടിമറിച്ചിട്ടേ. പേരോട് ഉസ്താദ് പറഞ്ഞത് ആദ്യം പറഞ്ഞത് അവസാനം ഇട്ട്, അവസാനം പറഞ്ഞത് ആദ്യം ഇട്ട്, എന്നിട്ട് അട്ടിമറിച്ചിട്ടാണ് അവിടെ ക്ലിപ്പ് ചെയ്യാൻ എൻ്റെ പരിപാടിയിൽ പ്രദർശിപ്പിച്ചത് തന്നെ. അതൊക്കെ ആർക്കറിയാത്ത?
ഇട്ട ക്ലിപ്പ് മാതിരി തെർത്തീവ് വേറൊരു സാഹ് പറഞ്ഞ തെർത്തീവിലാണോ ഇജ് ക്ലിപ്പ് ഇട്ടത്? അല്ല, തൗബനെ പറ്റിയാണ് വേറൊരു സാഹ് ആദ്യം പറഞ്ഞത്. അതെന്താക്കി അവസാനം കൊണ്ടേ. പിന്നെ ഇബ്നു തൈമിയ്യക്ക് പല വേവുകളും പറ്റിയിട്ടുണ്ട്, പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഫേറൂസ് അവസാനമാണ് പറഞ്ഞത്. അത് ആദ്യം കൊടുന്നേ. എന്നിട്ട് എന്താക്കി ഇവനെ അറിയോ? അത് ആദ്യം കൊടുത്തിട്ട് ചില വേവുകളൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നിട്ടോ ഈ തൗബ ചെയ്തു എന്ന് പറഞ്ഞ ക്ലിപ്പ് അതിന് ശേഷം ഇട്ടെടുത്തു. അപ്പം ആദ്യം വേവ് പറ്റിക്കണ്, പിന്നെ തൗബ ചെയ്തിക്കണ് എന്നാണ് വേരോട് പറയേണ്ടത് എന്നുള്ളത് വരുത്തി തീർത്തു. ആന കബളിപ്പിക്കാണ് ചട നടത്തിയത്. എന്താ വിചാരിച്ച് ഞങ്ങൾ ഇതാരും കാണില്ല എന്നോ? തൗബ ചെയ്ത സംഗതി അവിടെ കാണുന്നുണ്ട്, നേരെ പക്ഷെ ഇപ്പുറത്ത് ഇങ്ങനെയും കാണുന്നുണ്ട്. അപ്പൊ നമ്മള് ഇമാമിങ്ങൾ പറഞ്ഞെടുത്താൽ മതി. ഇമാമിങ്ങൾ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇമാമിങ്ങൾ പറഞ്ഞത് എന്താന്നുള്ളത് അസ്കലാനിമാ പറഞ്ഞതും അതേമാതിരി മറ്റു പണ്ഡിതന്മാര് പറഞ്ഞതും ദഹബി പറഞ്ഞതും ഒക്കെ അതിന് ശേഷം പറയണ്ടേ, തൗബന്റെ ശേഷം പറയണ്ടേ. ഇത് നേരെ അട്ടിമറിച്ചിട്ട് അവിടെ ക്ലിപ്പിട്ടേ, എല്ലാ ക്ലിപ്പും ഇട്ടേ. അപ്പൊ ആദ്യം ചില വേവുകളൊക്കെ പറ്റിയിട്ടുണ്ട്, പിന്നെ തൗബ ചെയ്തിക്കണെന്നുള്ള രൂപത്തിലാണ് ഉണ്ടായത്. ആർക്കറിയാത്ത കള്ള വ്യഭിചാരം, അടുത്ത വ്യഭിചാരം നടത്തിക്കാണ്ട് തോന്നിയ സമയം കള്ളുടിച്ച് കാണ്ടല്ലേ സ്റ്റേജിൽ കയറല്, വള്ളടിച്ച് കാണ്ട സ്റ്റേജിൽ കയറല്. മൂന്നും കള്ള ശൈത്താന്മാരങ്ങൾ, മൂന്നാൾക്കാരും. ഇന്ന് ശൈത്താൻ എവിടെ വെച്ചാല് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റിയ മൂന്നാൾക്കാരാണ് ഇപ്പൊ ഈ പറഞ്ഞ മൂന്നാൾക്കാരും, ഒരു സംശയമില്ല. ഇന്ന് ഇബ്ലീസ് എവിടെ വെച്ചാല് ശരിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ഈ കാലഘട്ടത്തിൽ ഇബ്ലീസ്, മനസ്സിലായോ? കാലഘട്ടത്തിന്റെ മശായിഖന്മാരല്ല, കാലഘട്ടത്തിന്റെ ഇബ്ലീസ് ശൈത്താന്മാരങ്ങള്. അത് മനസ്സിലാക്കിക്കോളി.